സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ ബാക്കിൽ കാണുന്ന ഈ ഒരു കുളം പറ്റിച്ച് മീൻ പിടുത്താണ് കേട്ടോ. നമ്മൾ അംസാഖാന്റെ ചെമ്മീൻകെട്ടിലെ മൂന്നാമത്തെ കുളമാണിത്. അംസാഖാന്റെ ചെമ്മീൻകെട്ടിൽ 4 കുളം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അവസാന കുളമാണ്, മീൻ പിടിക്കുന്ന കുളമാണ് ഈ ഒരു കുളം കേട്ടോ. അപ്പോൾ 4ാമത്തെ കുളത്തിൽ അത്ര മീനും കാര്യങ്ങളൊന്നും വന്ന് കൂടാറില്ല, അതുകൊണ്ട് ആ ഒരു കുളം പിടിക്കാറും ഇല്ല കേട്ടോ. അതുപോലെ ഇതിനപ്പുറത്തുള്ള ഈ ഒരു കുളം, അതിനപ്പുറത്തുള്ള കുളം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കട്ടെ. ഈ കുളങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ കുളം 2ാമത്തെ കുളം പിടിച്ചത് നമ്മളെ യഹിയാക്കി ആയിരുന്നു കേട്ടോ. അപ്പോൾ 3ാമത്തെ കുളം പിടിക്കുന്നത് നമ്മളെ രണ്ടത്താണിയുള്ള സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പോൾ അവരിത് കുളത്തിലെ വെള്ളമൊക്കെ വറ്റിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമ്മളെ രണ്ടത്താണി സുഹൃത്തുക്കളെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ, എത്രത്തോളം മീൻ ഈ ഒരു 3ാമത്തെ കുളത്തിൽ നിന്ന് കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കട്ടോ. കടു എന്താ സൈസ് കടുവിൻ്റെ തപ്പിയിട്ടും കൈവല ഉപയോഗിച്ചിട്ടൊക്കെയാണ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. കിട്ടുന്ന മീനുകളൊക്കെ അവരെ അടുത്തുള്ള ഒരു ബോക്സിൻ്റെ ഉള്ളിലൊരു വല വെച്ചിട്ടുണ്ട്, അതിലോട്ടാണ് മീനുകളൊക്കെ ഇടുന്നത് കേട്ടാ. മീൻപിടുത്തം കാണാൻ വന്ന നമ്മളെ കുട്ടികൾ ഇൻട്രസ്റ്റ് ആയിട്ട് അവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അവരും തപ്പൽ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ. കയറിയിട്ടാ ഏതാട്ടാ അലയിലിട്ടെടുത്തിക്കണ പൊരിക്കോ അടുത്ത് ഹല കയറ്റി അയ്യോ പൊറാട്ട നിങ്ങളെ ആ വല എടുത്തോളി, വല പടില്ല അടുത്ത് അടുത്ത് ആ അതട്ടാ ചെക്കൻ പിടിച്ചിക്കണ പുടി പുടി ചന്ദ്രേട്ടൻ തന്നെ ഇപ്പൊ മോശട്ടാ. കേറിട്ടാ ഇവിടെ ചണ്ടിനവിടെ മഞ്ഞ് പോയി. മഞ്ഞയിൽ കയറിയാ. അപ്പോൾ വല കൊണ്ട് കോരിയൊരു മഞ്ഞയിലിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടിയ മീനുകളൊക്കെ ഇവിടെയാണ് കൊടുന്നിടുന്നത്. ആ ഒരു ബോക്സ് വല ആക്കിയിട്ടുള്ള ഒരു ബോക്സിൽ ഇതുപോലെ കൊടുന്ന് ഈ ഒരു ബോക്സിലോട്ട് ഇങ്ങനെ മാറ്റിയിടുകയാണ് കേട്ടോ മീനുകളെ. അതുപോലെ അതിപ്പോൾ കിട്ടിയ മലിഞ്ഞേനും അതെ ആ വയറ്റിൻ്റെ ആയിട്ട് പിടിച്ചോളേ. വയറ്റിന് പൊക്കിലിന് മഞ്ഞീരട്ടാ അതട്ടാ അതട്ടാ അതുപോലെയൊക്കെ ഇട്ടെടുത്ത് ആ ഇൻഷാ അല്ലാഹ് അടുത്ത് കടുവിനെ ചവിട്ടി പിടിച്ചിക്ക
കുത്തുവെള്ളണ്ടട്ടാ അതാ പോയാ വലയിക്കിട്ട് എന്താ കടുവന്ന് അജീതൊക്ക മഞ്ഞില്ല കടു കുത്തിയിട്ടതാട്ടാ ചോരായിരുന്നു മഞ്ഞയിലിട്ടാ ഇതാ മഞ്ഞയില് എന്റെ പള്ളക്ക് കുടിക്ക് സെന്റർ പൊക്കിളിനെ കുടിക്കണം പിന്നെ അളകൂല വലയിലോട്ടിടുന്നുണ്ട് കേട്ടാ കടു 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 അതട്ടാ ചെക്കൻ തൂക്കിട്ടാ കേട്ടാ അതട്ട എടുത്ത് തട്ടിക്കോ കേട്ടാ ഇതട്ടാ അവിടെ ആ വലയിട്ട് എടുത്തോളാ ആ കാക്കൻ്റെ അത് ഇറ്റിക്കളി ആ ചണ്ടിനുള്ളിൽ കിട്ടിയാ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലേ ആ അപ്പൊ ഇതട്ടോ നമ്മളെ അംസാക്കാന്റെ ചെമ്മീൻകെട്ടിലെ മൂന്നാമത്തെ കുളത്തിലുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സുഹൃത്തുക്കളൊക്കെ അതെ കയറിയതിന് തൊട്ടപ്പുറത്തുള്ള കുളത്തിലിതായി കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാവുന്നുണ്ട്. ഇനി നമ്മളെ സുഹൃത്തുക്കൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ഒന്ന് കാണാം, എത്രത്തോളം മീൻ കിട്ടിയെന്ന്. അപ്പൊ മീനുകളൊക്കെ അതെ ഈ ഒരു മീൻ ബോക്സിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തന്നെ നമുക്ക് കാണാം. അപ്പൊ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ പ്രതീക്ഷിച്ച ഒരു മീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, എങ്കിലും കിട്ടിയത് ലാഭം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതെ ഇവിടെ കാണുന്ന ഇത്രയും മീനുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മീൻ ബോക്സിന്റെ പകുതി എന്ന് പറയാൻ കഴിയില്ല, അതിന് കുറച്ച് താഴെയായിട്ടുള്ള ഒരു ലെവൽ വരെ മീൻ കിട്ടിയിട്ടുണ്ട്. വരാലും അതുപോലെ നമ്മളെ കടു അതുപോലെ നമ്മളെ മൽഞ്ഞിയും കിട്ടിയിട്ടുണ്ട് 2 എണ്ണം. അതുപോലെ പൊരിക്കൊക്കെ പേരിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു 15-20 കിലോളം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ രണ്ടത്താണി ടീമിന് നമ്മളെ അംസാക്കാന്റെ ചെമ്മീൻകെട്ടിലെ മൂന്നാമത്തെ കുളം പറ്റിച്ചപ്പോൾ കിട്ടിയ മീനുകൾ കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.